മനുഷ്യരെ പോലെ യന്ത്രങ്ങൾക്കും ചിന്തിക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു ലോകത്തെ സങ്കൽപ്പിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആകർഷകമായ ലോകമാണിത്. എല്ലാത്തരം അതിശയകരമായ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്മാർട്ട് സുഹൃത്ത് ഉള്ളതുപോലെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത്ര രസകരമായി തീർന്നത്? ശരി, നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. സാധാരണയായി മനുഷ്യ ബുദ്ധി ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ ഉള്ള കമ്പ്യൂട്ടറുകളുടെ കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഭാഷ മനസ്സിലാക്കാനും അവർക്ക് മഹാശക്തികൾ നൽകുന്നത് പോലെയാണ് ഇത്. നിങ്ങൾ ഒരു ഗെയിം കളിച്ചപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങളെ വെല്ലുവിളിച്ചത് ഓർക്കുന്നുണ്ടോ? അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ രസകരമാകാനുള്ള ഒരു കാരണം അത് എല്ലായിടത്തും ഉണ്ട് എന്നതാണ്. നമ്മളുടെ ഫോണുകളിലെ വോയിസ് അസിസ്റ്റന്റുകൾ മുതൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലെ ശുപാർശ അൽഗോരിതങ്ങൾ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് കൃത്യമായി അറിയുന്ന ഒരു സഹായകരമായ റോബോട്ട് സുഹൃത്ത് ഉള്ളതുപോലെയാണ് ഇത്. അത് വായിക്കാൻ ഒരു പുതിയ പുസ്തകം നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ വഴി കണ്ടെത്തുക. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് സൗകര്യം മാത്രമല്ല. പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വലിയ വെല്ലുവിളികളെ നേരിടാനും ഇത് നമ്മെ സഹായിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർ റോബോട്ടുകൾ മലിനീകരണം വൃത്തിയാക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ രോഗങ്ങൾ വേഗത്തിലും കൃത്യമായും നിർണ്ണയിക്കാൻ ഡോക്ടർമാരെ സഹായിക്കുന്ന ഒരു ലോകത്തെ സങ്കൽപ്പിക്കുക. അത്തരത്തിലുള്ള ഭാവി സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകർഷകമാകാനുള്ള മറ്റൊരു കാരണം അത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എന്നതുപോലെ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിന് എല്ലായ്പ്പോഴും സ്മാർട്ടാകുന്നു. പാറ്റേണുകൾ കണ്ടെത്തുന്നതിനും പ്രവചനങ്ങൾ നടത്തുന്നതിനും കമ്പ്യൂട്ടറുകൾ ഡാറ്റ വിശകലനം ചെയ്യുമ്പോഴാണ് ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രഹേളിക പോലെയാണ്. അവിടെ കഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇത് വളരെ ആവേശകരമാക്കുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർഗാത്മകതയുടെയും പര്യവേക്ഷണത്തിന്റെയും ഒരു ലോകം തുറക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ച ഒരു കലാസൃഷ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതോ കമ്പ്യൂട്ടർ ചിട്ടപ്പെടുത്തിയ സംഗീതം കേട്ടോ? യന്ത്രങ്ങൾക്കും സർഗാത്മകമാകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് മനസ്സിനെ അതിശയിപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പുതിയ വീഡിയോ ഗെയിമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോഴോ കഥകൾ എഴുതുമ്പോഴോ സാധ്യതകൾ അനന്തമാണ്. എന്നാൽ ഒരുപക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായ കാര്യം ഭാവി രൂപപ്പെടുത്താനുള്ള അതിൻ്റെ കഴിവാണ്. നിങ്ങൾ വളരുമ്പോൾ ഈ ആവേശകരമായ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ആർക്കറിയാം, ഒരുപക്ഷേ നിങ്ങൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യകൾ കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത രീതിയിൽ സ്വയം പ്രകടിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു കലാകാരനോ ആകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആകർഷകമാണ്. കാരണം ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ സ്മാർട്ട് സുഹൃത്ത് ഉള്ളതുപോലെയാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇത് നിരന്തരം പരിണമിക്കുകയും സ്മാർട്ടാക്കുകയും ചെയ്യുന്നു. ഇത് സർഗാത്മകതയ്ക്കും പര്യവേക്ഷണത്തിനും കാരണമാകുന്നു. കൂടാതെ ഭാവിയെ അതിശയകരമായ രീതിയിൽ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ വോയിസ് അസിസ്റ്റന്റിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോഴോ ഒരു കമ്പ്യൂട്ടർ എതിരാളിക്കെതിരെ ഒരു ഗെയിം കളിക്കുമ്പോഴോ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അത്ഭുതങ്ങൾ അനുഭവിക്കുന്നുവെന്ന് ഓർമ്മിക്കുക.